ഹലോ, എൻ്റെ പേര് ദേവി. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇപ്പോൾ ദുബായിലാണ് താമസിക്കുന്നത്. എന്നെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതാണല്ലോ എളുപ്പം. കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ആരുടെയെങ്കിലൊക്കെ മുമ്പിൽ നിന്നൊന്ന് സംസാരിക്കണം, ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് കേൾക്കണം, ആരെങ്കിലുമൊക്കെ ഞാൻ പറയുന്നതിനോട് അനുകൂലിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടിയും കൈയടിക്കണം എന്നുള്ളത്. ഇങ്ങനൊരാഗ്രഹം ഉണ്ടായത് ഇന്നോ ഇന്നലെയോ അല്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ആരോടും മിണ്ടാതെ ക്ലാസ് മുറിയിൽ പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അന്നും എനിക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. കൂടെയുള്ളവരെ പോലെ സ്റ്റേജിൽ ഡാൻസ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ പോലെ ആ സ്റ്റേജിൽ ഒറ്റയ്ക്കൊന്ന് നിൽക്കണം, ഇവരെ ഓഡിയൻസിനെ ഫേസ് ചെയ്യണം എന്നുള്ളതൊക്കെ. പക്ഷെ അന്നത്തെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ ആരോടും പറയാതെ എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ തന്നെ കീപ്പ് ചെയ്യുമായിരുന്നു. കാരണം ഞാൻ അന്ന് എൻ്റെ കൂട്ടുകാരികളോട് കുറച്ചധികം നേരം സംസാരിച്ചാലോ, അല്ലെങ്കിൽ എൻ്റെ പരീക്ഷയിൽ 1-2 മാർക്ക് കുറഞ്ഞാലോ എന്നെ ടീച്ചേഴ്സും അമ്മയും ഒത്തിരി ശകാരിക്കുമായിരുന്നു. അന്നത്തെ ഒരു സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലേക്ക്, ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ കുട്ടി വന്നു, വേറൊരു സ്കൂളിൽ നിന്ന്. അവൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. അവൾ വന്ന ദിവസം തന്നെ ക്ലാസ് റൂമിൽ എല്ലാവർക്കുമായിട്ട് പാട്ട് പാടി, ഭയങ്കര ഫണ്ണി ആയിരുന്നു. എല്ലാവരും അവൾക്ക് ചുറ്റുമിരുന്ന് അവളുടെ തമാശകൾ കേൾക്കുമായിരുന്നു. അവളുടെ തമാശകൾക്ക് എല്ലാവരും കൂടെ ചിരിക്കുമായിരുന്നു. എന്തോ എങ്ങനെയോ ഈ മിണ്ടാതിരുന്ന ഞാനും അവളുടെ ക്ലോസ് ഫ്രണ്ട് ലിസ്റ്റിലായി. അപ്പോൾ ലഞ്ച് ബ്രേക്കിനെല്ലാം ഞങ്ങൾ ഒത്തിരി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ക്വാർട്ടർലി എക്സാം വന്നു. എങ്ങനെയോ അവളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടൊന്നല്ല, എങ്കിലും ഏതോ ഒരു എക്സാമിന് എനിക്ക് മാർക്ക് കുറഞ്ഞു. അപ്പോൾ PTA മീറ്റിംഗ് വന്നു, അമ്മ വന്നു. ടീച്ചർ പറഞ്ഞു, ഈ ഇടയായിട്ട് ദേവിയുടെ കൂട്ടുകെട്ടിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കാം മാർക്ക് കുറഞ്ഞത്, ഒന്നും കൂടി ശ്രദ്ധിക്കണം എന്ന്. അന്ന് എനിക്ക് ഭയങ്കര വിഷമായി. ഞാനും വിചാരിച്ചു, ഞാൻ അവരോട് കൂടുതൽ സംസാരിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തത് കൊണ്ട് എൻ്റെ പഠനത്തിൽ അത് മോശമായിട്ട് വന്നു എന്ന്. പിന്നത്തെ ഞാൻ ഓർക്കുന്നില്ല. എന്തോ പിന്നെ ഞാൻ പഠിച്ചു, മാർക്ക് വാങ്ങിച്ചു, നല്ല മാർക്ക് വാങ്ങിച്ചു, പാസ്സായി. പക്ഷേ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു അന്നെല്ലാം എന്ന് ഞാനിപ്പോൾ റിയലൈസ് ചെയ്യാണ്. കുറച്ചുകൂടിയൊക്കെ മനോഹരമാക്കായിരുന്നു എൻ്റെ സ്കൂൾ ടൈം. ഓർക്കാൻ ഒത്തിരി നിമിഷങ്ങൾ ഉണ്ടാക്കായിരുന്നു, ഒത്തിരി മെമ്മറീസ് ഉണ്ടാക്കായിരുന്നു എന്ന് തോന്നുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയും നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇപ്പോഴത്തെ ഈ ഒരു സോഷ്യൽ ലൈഫിൽ പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ ഒത്തിരി നമുക്ക് അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയ നമുക്ക് എന്തിനും തുറന്നിട്ട വാതിൽ പോലെയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ക്യാമറയ്ക്ക് പുറകിലിരുന്നു കൊണ്ട് സംസാരിക്കാനൊരു നല്ല അവസരം തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി ഞാൻ സംസാരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഒത്തിരി പോഡ്കാസ്റ്റുകൾ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു, ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇതെങ്കിലും എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ഇനിയും ഞാൻ റെക്കോർഡ് ചെയ്യുമോ പോസ്റ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഇതെൻ്റെ ആദ്യത്തെ പോഡ്കാസ്റ്റാണ്. എന്നെപ്പോലെ ഒത്തിരി സ്വപ്നങ്ങളുള്ള, എന്തൊക്കെയോ ലൈഫിൽ അച്ചീവ് ചെയ്യണം എന്ന ആഗ്രഹമുള്ള
എന്നെപ്പോലെ സ്വപ്നങ്ങൾക്ക് പുറകെ ഇനിയെങ്കിലും സഞ്ചരിച്ച് തുടങ്ങണമെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നമുക്ക് കൂടെ കൂടാം. ഇതുപോലെ ഇനിയും ഞാൻ സംസാരിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് പോസ്റ്റ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ബൈ.